ലക്ഷ്മി ആദില നൂറ വിഷയത്തിൽ അനുമോൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ലാലേട്ടൻ ചോദിച്ചിരുന്നു. ആ സമയത്ത് അനുമോൾ പറയുന്നത് ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാണ് അനുമോൾ പറഞ്ഞത്. പക്ഷേ അപ്പോൾ തന്നെ ആദില എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, ലാലേട്ട ഒരിക്കൽ ഞാൻ അനുവിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു LGBTQ കമ്മ്യൂണിറ്റിയെ പറ്റി നിനക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അനുമോൾ ആദില ഇത് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അതെനിക്കിവിടെ പറയാൻ താല്പര്യമില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് അവർ പറയട്ടെ, അവർ സംസാരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ആദില വീണ്ടും നിനക്ക് എന്താണ് LGBTQ കമ്മ്യൂണിറ്റിയെ പറ്റി നീ മനസ്സിലാക്കിയത്, എന്താണ് നിനക്ക് ഒരു ബേസായിട്ട് ഒരു LGBTQ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നീ മനസ്സിലാക്കിയത്, നിൻ്റെ അറിവ് എന്താണെന്ന് അനുമോളുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞത് എനിക്കത് ഇവിടെ പറയാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് എന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നു. ഇങ്ങനെയൊക്കെ അതിൽ പറയുന്ന സമയത്ത് അനുമോൾ നൂറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയുന്നത്, എന്തിനാണ് എന്നെ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്നത് എന്നാണ് അനുമോൾ നൂറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അനുമോൾക്ക് ആ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ലെങ്കിൽ അവർ പറയേണ്ട കാര്യമില്ല, അത് വലിയൊരു തെറ്റൊന്നുമല്ല. നമുക്ക് അഭിപ്രായം പറയാൻ നിർബന്ധിതമല്ലാത്തൊരു സിറ്റുവേഷനിൽ അഭിപ്രായം പറയാതിരിക്കുന്നത് തെറ്റൊന്നുമല്ല, അതൊരു പേഴ്സണൽ ചോയ്സ് അല്ലേ. അപ്പോൾ അനുമോൾ അങ്ങനെ പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല. പുള്ളിക്കാരത്തേക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു, ഓക്കെ, അതവിടെ കഴിഞ്ഞ കാര്യമാണ്. സത്യത്തിൽ LGBTQ കമ്മ്യൂണിറ്റി എന്താണ് എന്നത് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നമ്മുടെ മലയാളി ഓഡിയൻസ് ആണെങ്കിലും മലയാളി ജനങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ പലരുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണും, ക്രോമിൽ നോക്കിയാൽ കാണാം, ChatGPT ഉണ്ട്. ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് നമുക്കൊരു ബേസ് ഐഡിയ എങ്കിലും കിട്ടും. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ കയറി അത് അറിവ് നേടിയെടുത്തിട്ട് ഒരു അഭിപ്രായം പറയുക ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു ധാരണ അനുമോൾക്ക് ഇല്ലാതിരുന്നിട്ടായിരിക്കാം ചിലപ്പോൾ അനുമോൾക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇവിടെ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടനും അനുമോളുടെ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത്. ചിലപ്പോൾ അനുമോൾക്ക് അതിനെപ്പറ്റിയുള്ള അറിവില്ലാഞ്ഞിട്ടായിരിക്കാം അനുമോൾ അങ്ങനെ പറഞ്ഞതെന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.